കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് പുറത്തു വന്നതിന് ശേഷം ലോകരാജ്യങ്ങളിൽ വലിയ ഭീതിയാണ് പടർത്തിയത്. കാരണം ഒരു വൈറസിന് ലോകം മുഴുവൻ നിശ്ചലമാക്കാനുള്ള കഴിവുണ്ട് എന്നൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മളത് കണ്ടിരുന്നില്ല. കാരണം ശാസ്ത്രവും ആരോഗ്യരംഗവും ഒക്കെ ഒരുപാട് പുരോഗമിച്ചു. അതിനെല്ലാം വിപരീതമായിട്ടാണ് കൊറോണ മനുഷ്യനെ ബാധിച്ചത്. ഇപ്പോഴിത് അതിനുശേഷം ഏത് വൈറസിൻ്റെ ഒരു വാർത്ത വന്നാലും മനുഷ്യൻ ആ വൈറസിൻ്റെ വാർത്ത ഭീതിയോടെയാണ് കേൾക്കുന്നത്. അമേരിക്കയിൽ ന്യൂ വേൾഡ് എന്ന സ്ക്രൂബോം വൈറസിൻ്റെ ആദ്യ കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US ആരോഗ്യ മനുഷ്യ സേവന വകുപ്പ് ഞായറാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വാർത്ത പുറത്തു വന്നയുടനെ കന്നുകാലി കർഷകർ, മാംസം ഉൽപ്പാദകർ, വ്യാപാരികൾ എന്നിവർക്കിടയിൽ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് പരക്കുന്നത്. മേരിലാൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കേസും അന്വേഷിച്ചു. ഓഗസ്റ്റ് 4-ന് CDD ഇത് ന്യൂ വേൾഡ് സ്ക്രൂബോം ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. HHS വക്താവ് ആൻഡ്രൂ G. നിക്സൺ ആണ് ഇത് പറഞ്ഞത്. എൽ സാൽവഡോറിലേക്കുള്ള ഒരു യാത്രയിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരാളുമായി ബന്ധപ്പെട്ടാണ് കേസിൽ ഉൾപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ ഗ്വാട്ടിമാലയിൽ നിന്ന് US മടങ്ങിയെത്തിയ മേരിലാൻഡിൽ ഒരാൾക്ക് ന്യൂ വേൾഡ് സ്ക്രൂബോം ബാധിച്ചതായി CDC അംഗീകരിച്ചതായി കഴിഞ്ഞ ആഴ്ച ബീഫ് വ്യവസായ വൃത്തങ്ങൾ അവകാശപ്പെട്ടതായിട്ടുള്ളൊരു റിപ്പോർട്ടും ഉണ്ട്. കന്നുകാലി കർഷകർക്കിടയിൽ ഇപ്പോൾ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. മധ്യ അമേരിക്കയിൽ നിന്നും തെക്കൻ മെക്സിക്കോയിൽ നിന്നും സ്ക്രൂബോം വടക്കോട്ട് നീങ്ങുന്നതിനാൽ ഈ വാർത്ത കന്നുകാലി വളർത്തുകാരെയും മാംസ ഉൽപ്പാദകരെയും വ്യാപാരികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഭരണകൂടവും അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്ക്രൂബോം പൊട്ടിപ്പുറപ്പെടുന്നത് ടെക്സസിന് $1.8 ബില്യൺ നഷ്ടമുണ്ടാക്കുമെന്ന് USDA കണക്കാക്കുന്നു. മൃഗങ്ങളുടെ മരണം, പ്രസവ ചെലവ്, മരുന്ന് ചെലവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഭീഷണിയെ നേരിടാൻ USDA സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് ടെക്സസിൽ ഒരു സ്റ്റൈറൽ ഫ്ലൈ ഫെസിലിറ്റി നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ സൗത്ത് ഡക്കോട്ട സംസ്ഥാന മൃഗ ഡോക്ടർ ബെത്ത് തോംസൺ തന്നെ നേരിട്ടറിയുന്ന ഒരാളിൽ നിന്നാണ് ഈ കേസിനെ കുറിച്ച് അറിഞ്ഞതെന്ന് പറഞ്ഞു. ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് CDC മേരിലാൻഡിനെ ചുമതലപ്പെടുത്തിയതായിട്ടും അവർ പറഞ്ഞു. മറ്റുറവിടങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്നും പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് CDCയോട് ചോദിക്കേണ്ടി വന്നതായും അവർ പറയുന്നുണ്ട്. എന്തായാലും രോഗിയുടെ രഹസ്യ സ്വഭാവം കാരണം കേസിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും എന്നാൽ രോഗിക്ക് ചികിത്സ നൽകുന്നുണ്ടെന്നും ഒരു ബീഫ് അലയൻസ് എക്സിക്യൂട്ടീവ് ഒരു ഇമെയിലിൽ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത്. എന്താണ് ഈ സ്ക്രൂബോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രൂബോമുകൾ പരാത ഈച്ചകളാണ്. ഇവയുടെ പെണ്ണീച്ചകൾ ഉഷ്ണരക്തമുള്ള ഏതൊരു മൃഗത്തിൻ്റെയും മുറിവുകളിൽ മുട്ടയിടുന്നു. മുട്ടകളിൽ നിന്ന് ലാർവകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവ നൂറുകണക്കിന് ജീവനുള്ള മാംസം ഭക്ഷിക്കാനായി തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ മൃഗം മരണപ്പെട്ടു പോകും. ഈ പുഴുക്കൾക്ക് അവ ഭക്ഷണം നൽകുന്ന രീതി കൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. നൂറുകണക്കിന് ലാർവകളെ നീക്കം ചെയ്ത് മുറിവ് വൃത്തിയാക്കിയാണ് ഈ ചികിത്സ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.